നമസ്കാരം. വ്യാജ ബോംബ് ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം കൂടുതൽ ശക്തമാക്കി. വിദേശത്തുള്ള ട്രാക്കിംഗ് ഏജൻസികളുമായി സഹകരിച്ച് ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഭീഷണികൾ സൃഷ്ടിക്കുന്ന പൊതുസുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി രാജ്യതലസ്ഥാനമായ ഡൽഹി വ്യാജ ബോംബ് ഭീഷണികളുടെ നിഴലിലായിരുന്നു. 1000-ലേറെ ഇമെയിലുകളാണ് ഈ കാലയളവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ലഭിച്ചത്. സ്കൂളുകൾ, കോളേജുകൾ, ഹൈക്കോടതി, റിസർവ് ബാങ്ക്, വിമാനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇത്തരത്തിൽ പ്രധാനമായി ഭീഷണികൾ എത്തിയിരുന്നത്. ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങളെയും ഡോഗ് സ്ക്വാഡിനെയും ഉൾപ്പെടുത്തി നടത്തിയ പരിശോധനകളിലൊക്കെ ഈ ഭീഷണികൾ വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തുവാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയക്കാൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. VPN വഴി സെൻസർഷിപ്പ് മറികടന്നും അജ്ഞാതമായും സുരക്ഷിതമായും ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കും. ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കുവാനും VPN വഴി സാധിക്കും. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ IP വിലാസവും മറ്റ് വിവരങ്ങളും മറച്ചുവെക്കുവാനാണ് സഹായിക്കുന്നത്. കൂടാതെ ഇമെയിലുകളിൽ ഉപയോഗിക്കുന്ന ഡൊമൈനുകൾക്ക് തെറ്റായ ലൊക്കേഷൻ നൽകാൻ VPN വഴി കഴിയും. സ്കൂളുകളിൽ ലഭിച്ച ചില ബോംബ് ഭീഷണികളുമായി ബന്ധപ്പെട്ട് ഏതാനും കുട്ടികളെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ഇവർ VPN ഉപയോഗിക്കാതെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇത്തരം ഭീഷണികൾക്ക് പിന്നിൽ കൂടുതൽ സങ്കീർണമായ സംവിധാനങ്ങളുടെ നിഗമനത്തിലേക്കാണ് പോലീസിനെ എത്തിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തെ നിരവധി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമാണ് പ്രധാനമായും വ്യാജ ബോംബ് ഭീഷണികൾ ലഭിച്ചത്. ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരുന്നത്. കൂടാതെ ഹൈക്കോടതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവയും ഈ ഭീഷണികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഭരണനിർവഹണത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും ബാധിച്ചു. ചില സന്ദർഭങ്ങളിൽ മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി. ഓരോ ഭീഷണിയും ലഭിക്കുമ്പോഴും ഡൽഹി പോലീസ് ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ സംവിധാനങ്ങളെ ഉപയോഗിച്ച് വിശദമായ പരിശോധനകളാണ് നടത്താറുള്ളത്. ഇത് വലിയ തോതിലുള്ള സമയവും വിഭവങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പരിശോധനകളിൽ ബോംബുകളോ സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താൻ സാധിക്കാത്തത് ഭീഷണികൾ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നു. എങ്കിൽ പോലും ഓരോ തവണയും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടി വരുന്നു. VPN പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭീഷണികൾ അയക്കുന്നവരുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. IP വിലാസങ്ങൾ മറച്ചുവെക്കുകയും വ്യാജ ലൊക്കേഷനുകൾ നൽകുകയും ചെയ്യുന്നത് അന്വേഷണത്തെ സങ്കീർണമാക്കുന്നുണ്ട്. ഇത് സ്വീകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനോടൊപ്പം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മാറ നൽകാനും സാധ്യതയുണ്ട്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്ന ചില കേസുകളിൽ VPN ഉപയോഗിക്കാതെ സന്ദേശം അയച്ച കുട്ടികളെ പിടികൂടാനാണ് പോലീസിന് സാധിച്ചത്. ഇത് ഇത്തരം പ്രവർത്തികളിൽ പലപ്പോഴും കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്ന സൂചന നൽകുന്നു. എന്നാൽ ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് കുട്ടികൾക്ക് പോലും ഇത്തരം സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കുന്ന ലളിതമായ മാർഗങ്ങൾ ലഭ്യമാക്കുന്നു എന്നതിലേക്കാണ്.